കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ നിന്നും കോഴിക്കോട് വഴി കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാർ കാരണം ഇനിയും പുറപ്പെട്ടിട്ടില്ല. മണിക്കൂറുകളോളം വിമാനത്തിനകത്ത് ദുരിതം അനുഭവിച്ച യാത്രക്കാരെ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന് ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസം രാത്രി 11:15 ജിദ്ദയിൽ നിന്നും കോഴിക്കോട് വഴി കൊച്ചിയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനമാണ് 4 മണിക്കൂറിലധികം യാത്രക്കാരെ വിമാനത്തിനകത്തിരുത്തി പിന്നീട് തിരിച്ചിറക്കിയത്. സാങ്കേതിക തകരാറാണ് സർവീസ് റദ്ദ് ചെയ്യാൻ കാരണമെന്ന് എയർ ഇന്ത്യ അധികൃതർ വിശദീകരിക്കുന്നു. പകരം മറ്റൊരു വിമാനത്തിലോ മുംബൈയിൽ നിന്ന് സാങ്കേതിക വിദഗ്ധർ എത്തി വിമാനത്തിന്റെ തകരാർ പരിഹരിച്ചോ യാത്രക്കാരെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എപ്പോൾ സാധ്യമാകുമെന്ന് ഒരു ഉറപ്പും അധികൃതർ നൽകുന്നില്ല. അതിനുശേഷം ഇവർ അനൗൺസ് ചെയ്തിട്ട് ഞങ്ങളെ 4 മണിക്കൂർ ഫ്ലൈറ്റിൽ എത്തിയവർ. ഈ 4 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ ഇവിടെ ഇരുത്തുന്നത്. AC വർക്ക് ചെയ്യുന്നില്ല, ചൂട് കാറ്റ് വരുന്നു, എന്ത് സാധനം ചോദിച്ചാൽ തരൂല. എയർക്രാഫ്റ്റിനോട് എയർ ഹോസ്റ്റസിനോട് ഞങ്ങൾ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അവർ ചൂടായി ചെയ്യുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ പൈലറ്റിനടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കുട്ടികളടക്കം കരയാൻ തുടങ്ങിയിട്ട് എല്ലാവരും ടയേർഡായപ്പോഴാണ് ഇവർ നമ്മളെ നിർബന്ധിച്ചാണ് അവർ പുറത്തിറക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള സ്റ്റാഫിന് അറിയില്ല എന്താണ് നിയമം, എങ്ങനെ ഞങ്ങളെ പുറത്തു കൊണ്ടുപോകണമെന്ന്. അത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് രാവിലെ 6:30 മണിക്ക് ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ എത്തിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് എയർ ഇന്ത്യയുടെ ആ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അയാട്ടെ നിർദ്ദേശിക്കുന്ന സൗകര്യങ്ങളൊന്നും യാത്രക്കാർക്ക് ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഒരു സൗകര്യമുള്ള ഹോട്ടല്, മറ്റുള്ള എയർലൈനിലെ ടിക്കറ്റ് എൻഡോസ് ചെയ്യാനുള്ള സൗകര്യം, ടെലിഫോൺ മുഖേന അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻ മുഖേന വീടായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം, ഇത് ഏറ്റവും മിനിമം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ ഇതൊന്നും ചെയ്തു കൊടുക്കാതെ എയർ ഇന്ത്യ ഇവരെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പ്രായം ചെന്നവർ, രോഗികൾ, മരണപ്പെട്ട പിതാവിന്റെ സംസ്കാര ചടങ്ങിന് യാത്ര തിരിച്ചവർ, നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവ് തുടങ്ങിയവരെല്ലാം ഈ യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ട്. യാത്ര മുടങ്ങിയതിനേക്കാൾ കൂടുതൽ എയർ ഇന്ത്യ അധികൃതരുടെ സമീപനത്തോടാണ് ഈ യാത്രക്കാരുടെ പ്രതിഷേധം. ഇനി എപ്പോൾ പുറപ്പെടാനാകും എന്ന ഒരു സൂചനയും എയർ ഇന്ത്യ അധികൃതർ നൽകിയിട്ടില്ല. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്.